ഇന്ന് ഐഷിൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു ഏട്ടാ. ഓണത്തിൻ്റെ മാർക്ക് ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മീറ്റിംഗ്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ നോക്കിയാൽ അവളുടെ ഫ്രണ്ട്സാണ്. ഭയങ്കര നാണം കേട്ടാ. വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അയ്യോ ബാഗ് കൊണ്ട് മറച്ച്. പിന്നെന്താ, മാർക്കും കാര്യങ്ങളൊക്കെ നോക്കി സൈനൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. നേരെ വീട്ടിലെത്തി. റീഹുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് നേരത്തെ പണി തുടങ്ങിയാണ്. എന്നും വൈകിട്ട് കാപ്പിയാണ് ഉണ്ടാക്കണം. കുറച്ച് നേരത്തെ തുടങ്ങാനുള്ള കാരണം ഇന്ന് ഉസ്താദിന് രാത്രിത്തെ ഫുഡ് ഇവിടുന്നാണ് കൊടുക്കാനായിട്ടാ. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയാലേ എല്ലാം ക്ലിയർ ആവത്തുള്ളൂ. ഈ സമയത്തിന് കിടന്ന് ഓടേണ്ടി വരും. അപ്പം ആദ്യം സവാളയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. എണ്ണ ഒഴിച്ചു, പിന്നെ സവാള വഴറ്റി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം മക്കൾക്ക് ട്യൂഷന് പോകണം. ഇന്ന് മദ്രസ ഉണ്ടായിരുന്നില്ല, വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ഇല്ല കേട്ടോ. അപ്പോൾ അവർ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഐഷു ആണെങ്കിൽ ഇപ്പം കെട്ടിയതാണ് കേട്ടോ. അവൾ സ്വന്തമായിട്ട് മുടിയൊക്കെ കെട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ അപ്രിസിയേഷൻ കൊടുത്തപ്പോൾ ഭയങ്കര അവൾക്ക് ഹാപ്പി ആയാണ്. പിന്നെ ഒന്ന് ചിക്കനൊക്കെ വാഷ് ചെയ്തെല്ലാം വെച്ചിട്ട് അവർക്ക് തണ്ണിമത്തന് എടുത്ത് കൊടുത്ത്. അവൾ നോക്കിയാൽ മൊത്തത്തോടെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോരി കഴിച്ച്. പിന്നീട് നേരെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടിട്ട് വഴറ്റിയെടുത്ത് പിന്നെ മുളകും മല്ലിയും വെച്ചിട്ട് വറുത്തിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. വറുത്തിട്ടൊക്കെ സമയം കിട്ടാറില്ല. അങ്ങനെ അതൊക്കെ വറുത്ത് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ ഇടയ്ക്ക്. പിന്നെ മഞ്ഞ, മുളക്, മല്ലി, കൂടെ തക്കാളിയും പിന്നെ അതോടൊപ്പം ചിക്കനും കൂടെ ചേർത്ത് അടച്ച് വെച്ച്. പിന്നെ അപ്പോഴത്തേക്ക് മക്കൾക്ക് ട്യൂഷനിൽ പോകാനുള്ള സമയമായി. പിന്നെ അവരെയും കൊണ്ട് അങ്ങോട്ട് പോയി. അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴും ഉപ്പൊക്കെ നോക്കി ഉപ്പും ഇട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് ഇളക്കി ഏറ്റവും അവസാനം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്ത്. നമുക്കും രാത്രി കാപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉസ്താദിനുള്ളത് കൊടുത്തതിന് ശേഷം നമുക്കുള്ളത് പിന്നീട് ആക്കാമെന്ന് കരുതി. കറി അത് തന്നെ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം കൂടുതൽ എമൗണ്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റായി. അവിടെ നിന്ന് ആളൊക്കെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. ആൾ വരും പുറത്തുനിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അവർ എടുത്തുകൊണ്ട് പോയി. കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്ന് കുടിച്ച് കേട്ടാൽ എല്ലാ പണിയും കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ. അങ്ങനെ ഒരു സംതൃപ്തിയിൽ കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ എന്താ, വേറെ പണിയൊന്നുമില്ല. നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുത്ത മക്കളെ വിളിക്കാൻ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ.